വെൽക്കം ടു എൻ റൂട്ട് എക്സ്പ്ലോർ. നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ പാഞ്ചാലിമേടിലേക്കാണ്. ഇടുക്കി ജില്ലയിലാണ് നമ്മുടെ പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഔട്ടിങ്, അതുപോലെ തന്നെ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കോടയും മഞ്ഞൊക്കെ പ്രതീക്ഷിച്ചുള്ളൊരു യാത്രയാണ്. നമ്മുടെ മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനം പോകുന്ന റൂട്ടിൽ മുറിഞ്ഞുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിന്ന് ബൈക്കുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പാഞ്ചാലിമേടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് നമ്മുടെ ഈ പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3600 അടി ഉയരത്തിലാണ് നമ്മുടെ ഈ മലനിരകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നല്ല രസകരമായിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മൾ ചെന്നപ്പോഴേ അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യമൊക്കെ എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ശരിയാണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് പറയപ്പെടുന്നത് പുരാണ കഥകളിലെ പാണ്ഡവന്മാർ ഇവിടെ അജ്ഞാതവാസകാലത്ത് വന്ന് താമസിച്ചുവെന്നും പാഞ്ചാലിയുടെ നീരാട്ടിനായിട്ട് ഭീമസേനൻ കുഴിച്ചതാണ് അവിടുത്തെ കുളമെന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും നല്ലൊരു ലൊക്കേഷനാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നേ വരെ ഇത് കാടൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. നമുക്ക് എൻട്രി ഫീ വരുന്നത് 25 രൂപയാണ്. അതുപോലെ വെഡ്ഡിങ് ഷൂട്ടും ഹെലിക്യാമും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം ഫീ ഉണ്ട്. പക്ഷേ നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്. വലിയൊരു പാസ് റേറ്റോ കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. എന്തായാലും നമ്മൾ പതിയെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ കോടയുടെ ഒരളവ് കൂടി വരുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കല്ലിൽ തീർത്ത കുറേ മണ്ഡപങ്ങളും അതുപോലെ തന്നെ കുറേ കൽപ്പണിയിൽ തീർത്ത കുടങ്ങൾ, അതുപോലെ രൂപങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നമ്മൾ കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് കണ്ടുകൊണ്ട് നമുക്ക് കയറാൻ പറ്റും. ആദ്യം കാണുന്ന ഈ ഒരു കല്ലിൽ തീർത്ത മണ്ഡപത്തിൻ്റെ അകത്തൊരു കഫ്റ്റീരിയ, ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതെല്ലാം നല്ല ഭംഗിയോടെയാണ്. അതിൻ്റെ അകത്തുനിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടോപ്പിലെത്താൻ പറ്റും. ഏതാണ്ട് നമ്മൾ സമയം 4 മണിയൊക്കെ ആയപ്പോഴത്തേനുമാണ് ഉള്ളിലേക്ക് കയറിയത്. 4 മണി ആയ ടൈമിൽ ഈ ഒരു കാലാവസ്ഥയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിലും ഡീപ്പായിട്ട് തിക്കായിട്ട് ഫോഗൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ തന്നെ നല്ല കട്ടിക്ക് മഞ്ഞാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും നമ്മൾ കുറച്ചുകൂടെ മേലേക്ക് കയറാൻ വേണ്ടി പോവാണ്. മുന്നോട്ടുള്ള വഴിയിൽ കുറച്ച് ഭാഗം നമ്മുടെ കീറുകല്ലൊക്കെ പാകി നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ വേസ്റ്റിൻ്റെ അളവ് വളരെ കുറവാണ്. പ്ലാസ്റ്റിക് യൂസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതൊക്കെ അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആൾക്കാരും അത് മനസ്സിലാക്കി കാര്യങ്ങൾ വലിച്ചെറിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ആണെങ്കിൽ സിപ്പ് ലൈന് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 350 രൂപ 375 രൂപ അങ്ങനെ എത്രയാണ് റേറ്റൊക്കെ വന്നേക്കുന്നത്. ഏതായാലും നമ്മൾ പോയ ടൈമിൽ വലിയ തിരക്കില്ലായിരുന്നു. നമ്മൾ വൈകിട്ട് സമയത്താണ് പോയത്. ഈ നേരെയുള്ള വഴിയിലൂടെ മാത്രമല്ല, നമുക്ക് സൈഡിലേക്ക് ചെറിയ ട്രക്ക് പാത്ത് പോലുള്ള വഴികളൊക്കെ ഉണ്ട്. അതിനകത്തൂടെ കയറുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് എത്താൻ സാധിക്കും. എല്ലാം പുൽമേടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ മുന്നോട്ടിങ്ങനെ പോകുന്ന വഴിയിൽ ഒരുപാട് ബെഞ്ചുകൾ നല്ല ഭംഗിയായിട്ടിരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതുണ്ട്. കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോൾ 2 മണ്ഡപങ്ങൾ വീണ്ടും കൽമണ്ഡപങ്ങൾ വീണ്ടും കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ 2ാമത്തെ കൽമണ്ഡപത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ആദ്യത്തെ കൽമണ്ഡപത്തിൻ്റെയൊക്കെ അവിടെ കുറച്ച് തിരക്ക് കാരണം നമ്മൾ നേരെ മുന്നോട്ട് കയറി പോകുന്നു. ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ്. താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഫോഗാണ്. അതുപോലെ തന്നെ ഒരു ആൻറ്റീക്ക് ലുക്ക് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ പണികളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്, കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. ഭയങ്കര ഭംഗിയാണ്. ഫോട്ടോ സെഷനൊക്കെ പറ്റുന്ന നല്ലൊരു സ്പോട്ട് കൂടെയാണ് നമ്മുടെ ഈ പാഞ്ചാലിമേടുള്ള ഈ മണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ. ഈ കൽത്തൂണിനകത്തൂടെ നല്ല രീതിയിൽ മഞ്ഞൊക്കെ കയറി വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർ, നമ്മുടെ ഇടുക്കി കാണാൻ വരുന്ന ആൾക്കാർ പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്പോട്ട് ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന്, അതായത് KK റോഡിൽ നിന്ന്, കോട്ടയം കുമളി റോഡിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പാഞ്ചാലിമേടിലേക്കുള്ളത്. എപ്പോഴും ഈ ക്ലൈമറ്റ് ആവണമെന്നില്ല. ചിലപ്പം നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആയിരിക്കും. ഏകദേശം ഒരു വൈകിട്ട് സമയത്തൊക്കെയാണ് കൂടുതൽ ഈ ഒരു ക്ലൈമറ്റ് കിട്ടുന്നത്. നമ്മളെന്തായാലും നമ്മുടെ ആദ്യത്തെ കൽമണ്ഡപത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി. മിക്കപ്പോഴും ഇവിടെ ആളായിരിക്കും. നമ്മൾ വന്ന സമയത്ത് ഏതായാലും ആരുമില്ല. കാരണം മഞ്ഞൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് പേര് തിരിച്ചിറങ്ങി പോയിട്ടുണ്ട്. കൂടുതലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. ഇവിടെ ലോക്കലിലുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ കുറച്ച് ഹെവി മഞ്ഞൊക്കെ ആകുമ്പോഴത്തേന് അവർ തിരിച്ചു പോകുന്ന ഒരു പ്രവണത ഇവിടെ കണ്ടുവരുന്നുണ്ട്. കാരണം അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അത്രയും മഞ്ഞ് മൂടി പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്തായാലും നമ്മളിവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ താഴേക്ക് വീണ്ടും ഇറങ്ങി. താഴേക്ക് പോകുമ്പോൾ നമ്മൾ എൻട്രി എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് വീണ്ടും ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്. അതൊന്നും പെട്ടെന്ന് ആരും കണ്ടുപിടിക്കാത്തൊരു വഴിയാണ്. കുറച്ച് കാടും ചെടികളൊക്കെ മൂടി നിൽക്കുന്നൊരു ഭാഗമാണ്. അതിൻ്റെ അകത്തോട്ട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ
അകത്തോട്ടുള്ളൊരു കാട്ടുവഴി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ്. അതിനകത്തൂടെ അങ്ങോട്ട് അലോ ചെയ്തിട്ടുണ്ടോ, യാത്ര അലോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കുറച്ച് നാൾ മുന്നേ ഇവിടെ പുലിയെ കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ ബോർഡറുകളിലൊക്കെ ആനിമൽ പ്രസൻസ് ഒക്കെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്നും ഉള്ളിലോട്ട് പെർമിഷൻ എടുക്കാതെ പോകരുത്. എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്തും കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വന്ന ആ സ്റ്റെപ്പൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. ഏതായാലും കുറേ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പതിയെ നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. തിരിച്ചിറങ്ങാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല രീതിയിൽ മഞ്ഞ് മൂടി നല്ലൊരു പോസിറ്റീവ് ഫീൽ തോന്നുന്ന രീതിയിലായിരുന്നു. കറക്റ്റ് ഒരു വിൻ്ററിനെ ഓർപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ. എന്തായാലും വരാത്ത ആൾക്കാരെ ഇവിടെ വരാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കാമായിട്ടും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ഈ പാഞ്ചാലിമേട്. ഇതിൻ്റെ റൂട്ടൊന്നുകൂടെ പറയാം. നമ്മൾ കുട്ടിക്കാനം പോകുന്ന റൂട്ടിൽ, മുണ്ടക്കയം കുട്ടിക്കാനം പോകുന്ന റൂട്ടിൽ മുറിഞ്ഞപുഴ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് റൈറ്റ് ആണ് പോകേണ്ടത്. 6 കിലോമീറ്ററോളം ഉണ്ട്. ഇവിടുന്ന് നമ്മുടെ മുറിഞ്ഞപുഴയിൽ നിന്ന് 1 കിലോമീറ്ററാണ് നമ്മുടെ വളഞ്ഞാങ്കാനം വാട്ടർഫാൾസിലോട്ടുള്ളത്. അപ്പം അതും ഇതുമെല്ലാം അടുത്തടുത്താണ്. എന്തായാലും എല്ലാവരും വരാൻ ശ്രമിക്കുക. നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് വളഞ്ഞാങ്കാനം വാട്ടർഫാൾസിൻ്റെ അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ റിട്ടേൺ പോകുമായിരുന്നു. എന്തായാലും അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഗുഡ് ബൈ.